സങ്കീർത്തനം. ദാവീദിന്റെ സങ്കീർത്തനം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ. എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ. എന്റെ ദയ എന്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു. എന്റെ ദയ എന്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു. സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. എന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. വ്യർത്ഥന്മാരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടില്ല. വ്യർത്ഥന്മാരുടെ ഞാൻ ഇരുന്നിട്ടില്ല. കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു. ദുഷ്ടപ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു. ദുഷ്ടന്മാരുടെ കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. ദുഷ്ടന്മാരോട് ഞാൻ ഇരിക്കുകയുമില്ല. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവർത്തികളെയൊക്കെയും വർണ്ണിക്കേണ്ടതിനും കുറ്റമില്ലായ്മ എന്റെ കൈകളെ കഴുകുന്നു. ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ അവലംബിക്കുന്നു. യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. പാപികളോട് കൂടെ എന്റെ പ്രാണനെയും പാപികളോടുകൂടെ എന്റെ പ്രാണനെയും രക്തപാതകന്മാരോട് കൂടെ എന്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ. രക്തപാതകന്മാരോടുകൂടെ എന്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്. അവരുടെ വലം കൈ കോളം നിറഞ്ഞിരിക്കുന്നു. അവരുടെ വലം കൈ കോട നിറഞ്ഞിരിക്കുന്നു. ഞാനും എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. ഞാനും എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. കാരടി സമനിലത്ത് നിൽക്കുന്നു. എന്റെ കാലടി സമുദ്രത്തിൽ നിൽക്കുന്നു. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സത്യസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് സത്യതയിൽ ആരാധനയ്ക്കായി കൂടിവരുവാൻ കർത്താവ് തന്നല്ലോ. വായിച്ച സങ്കീർത്തനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ആത്മീയ സൂതികളും ആലോചനകളും ദൈവശക്തിയും കർത്താവിന് സുഖത്വം നൽകി തെരുമാറാളം ചെയ്താൽ മഹത്വപ്പെടാകട്ടെ. നന്മകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ ക്രിസ്തു യേശുവിന്റെ പുണ്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച വർഷക്കാലം കൂടി നമ്മെ വിട്ട് കടന്നുപോയി. പുതിയൊരു ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നു. ഇനിയും നാം അടുത്ത ദിവസങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഇതിന്റെയൊക്കെയും ലക്ഷ്യവും അതിൻ്റെയൊക്കെയും പരിസമാപ്തിയും എന്തെന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ലോകത്തിൽ നടക്കുന്ന അനുഭവങ്ങൾ, പ്രവർത്തനങ്ങൾ നമ്മെ ബാധിക്കാതെയും അത് നമുക്ക് കേടുവരുത്താതെയും ദൈവം നോക്കിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് പേപ്പർ വായിക്കുമ്പോഴും ന്യൂസ് കേൾക്കുമ്പോഴും എല്ലാം നമ്മെ സംബന്ധിക്കാത്ത കാര്യങ്ങളായിട്ട് വലിയ വലിയ അപകടങ്ങൾ തോന്നുവാനിടയായി തീരും. കഴിഞ്ഞ ദിവസം 33 ക്രിസ്തീയ വിശ്വാസികളെ കൊന്നുകളയുന്ന ഒരു അനുഭവം വായിക്കാനിടയായി തീർന്നു. അതിന് മുമ്പ് അനേകം യുദ്ധത്തിൽ വീണു പോകുന്ന അനുഭവം ഉണ്ടായിട്ടിടയായി തീർന്നു. ഇതെല്ലാം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുമ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, ഒരു മനുഷ്യന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ ആ വേദന എത്ര വലുതായിരിക്കും, ആ പ്രയാസം എത്ര വലുതായിരിക്കും. നമ്മെ ബാധിക്കുമ്പോഴേ നമുക്കതിന്റെ വേദന യഥാർത്ഥത്തിൽ അറിയാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അയ്യോ എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേദന എടുക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയും നമ്മളോട് അടുത്ത് വരുന്നില്ല എന്ന് പക്ഷെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അവരും മനുഷ്യരാണ്. എല്ലാ മനുഷ്യരിലും ഒരു മനുഷ്യ അംശമുണ്ട്. ഏത് ദുഷ്ടനായാലും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുണ്ട്. നമ്മേക്കാൾ
നിഷ്കളങ്കരായിട്ടുള്ള അനേകർ ഈ ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട്. അതെല്ലാം ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം എന്നെ കർത്താവ് പരിപാലിച്ചു, ആപത്തില്ലാതെ അനർത്ഥമില്ലാതെ കാത്തു എന്നൊക്കെ നമ്മൾ സാക്ഷ്യം പറയും. പക്ഷേ അങ്ങനെ സംരക്ഷിക്കപ്പെടാതെ നശിച്ചു പോയവരുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് നമ്മളെക്കാൾ അല്ലെങ്കിൽ അവരെക്കാൾ നമുക്ക് ഒട്ടും ശ്രേഷ്ഠതയില്ല. അവരെപ്പോലെ നാമും മനുഷ്യരാണ്. അവർക്കും ഉണ്ട് മാനസിക ചിന്തകൾ, വികാരങ്ങൾ, കുഞ്ഞുകുട്ടികൾ, ബന്ധങ്ങൾ, ഇതൊക്കെയും അവർക്കുമുണ്ട്. ഒക്കെയും നമ്മൾ പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമക്കളല്ല. കാരണം മറ്റുള്ള ലോക മനുഷ്യരുടെ ഹൃദയം പോലെയല്ല നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു വാക്കിൽ 3 കാര്യങ്ങളാണ്: വാക്ക്, കാഴ്ച, അനുഭവം. ദൈവം തന്റെ ജനത്തെ വേർതിരിക്കുമ്പോൾ അവർക്കുള്ള പ്രത്യേകതയാണ് അനുഭവം, കാഴ്ച, കേൾവി. ഇതില് കേൾവി മതി അവരുടെ ഹൃദയം രൂപാന്തരപ്പെടാൻ. കേൾവി പോരാതെ വന്നാൽ മാത്രമേ കാഴ്ചയിലേക്ക് വരൂ. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിന്റെ മക്കൾ കേട്ട് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ജനം കേട്ടാൽ അവർക്കൊരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരാള് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത്, ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റേറ്റിൽ നടന്നൊരു കാര്യം പറയാനിടയായിട്ട്, അതിനുശേഷം നേരെ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, ആകെ താറുമാറായി ഹൃദയാവസ്ഥയായിരിക്കും. അതായത് നമ്മളെ ബാധിക്കാത്ത ഒരു വാക്ക്, ഒരു അക്രമം, ഒരു ദുഷ്ടത ഒരു സംസ്ഥാനത്ത് നടന്ന കാര്യം കേട്ടതാ. അത് ദൈവത്തിന്റെ ജനത്തിന് സഹിക്കാൻ പറ്റാത്തതാ. അത് ഭയങ്കരമാണ്. ഈ ലോകത്തിന്റെ പ്രവർത്തനങ്ങൾ, ഈ ലോകത്തിന്റെ ദുഷ്ടതകൾ അത്ര ഭയങ്കരമാണ്. ഇത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത്രയും അക്രമങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു, അതിന്റെ വാർത്തകൾ കേൾക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം കേൾക്കുക, സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ട് പോവുക ഒരു മനുഷ്യൻ. ദൈവം കണക്ക് കൂട്ടുന്നില്ല. എന്നാൽ നമ്മൾ പഠിക്കുന്ന സോദോം ഗൊമോറ എന്ന് പറയുന്ന 2 പട്ടണം, ആ പട്ടണത്തിലെ മനുഷ്യരുടെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ദുഷ്ടന്മാരാണ്. പക്ഷേ ലോത്ത് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഈ ഒരു 2-3 പഞ്ചായത്ത് കൊണ്ട് അത് വലിപ്പമുള്ളൂ ആ സ്ഥലം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലോത്തിനോട് ഓരോരുത്തരൊന്ന് പറയും. അവിടെ നടക്കുന്ന മനുഷ്യരുടെ സ്വഭാവം ലോത്ത് കാണും. പിന്നെ ലോത്തിന് സ്വസ്ഥതയില്ല. കാരണം മാനുഷികമായി സഹിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളായി പറയുന്നത്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നത്, നാൾതോറും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ, ലോത്ത് വസിച്ചത് എവിടെയാ? അധർമ്മികളുടെ ഇടയിലാണ്. നാൾതോറുമുള്ള അവരുടെ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും, കാണും കേൾക്കും, തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് ഈ മുഴുവനും വേദനയും വഹിക്കുക. അവരെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ ലോത്തിനെ ദൈവം പിടിപ്പിച്ചു.
വാക്യം നമുക്ക് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും സുഗമമായി മനുഷ്യൻ തന്നെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവസഭ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദുഷ്ടതകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വലഞ്ഞു പോകുന്ന ജീവിതങ്ങളുണ്ട്. വലഞ്ഞു പോകുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവളുടെ അപ്പനും അമ്മയും കൊണ്ടുപോയി ഒരു നല്ല ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ കൊണ്ടുപോയിരിക്കുക. മേടിച്ചു കൊടുത്തപ്പോ ഇത്രയും വിലക്കൂടിയത് അവര്, കാരണം മോൾ അത് വന്നിട്ട് കാണാൻ വേണ്ടിയിട്ടാ അവളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് നിസ്സാരം 100-200 രൂപ വിലയുള്ള ഒരു ഉടുപ്പ് അവരെടുത്തിട്ട് അവള് പറഞ്ഞ എനിക്കത് മതി. അതെന്തായാലും കാരണം ഇത്രയും വില കൂടിയ കാര്യങ്ങൾ എടുത്ത് വെച്ചത് എന്തിനാ? നമ്മളെ പോലെ ജീവിക്കുകയും നമ്മളെപ്പോലെ ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ അർഹതയുള്ള അവരല്ലേ. അപ്പൊ അവളൊരു വാർത്ത കേട്ടു. കാരണം ഒരു സ്ഥലത്ത് നടന്ന ഒരു അക്രമം കേട്ടു. അവള് പറയുകയാണ്, നിരപരാധികളും നിഷ്കളങ്കരുമായിട്ടുള്ള എത്ര പേര് നീതി കിട്ടാതെ ലോകത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഇത്രയും വില കൂടിയത് എന്തിനാ? വേണ്ട. അവൾ വേറെ ഇല്ല. ഈ അപ്പനും അമ്മയും കേട്ടതാണ് ലോകത്ത് എല്ലാവരും കേൾക്കുന്നതാ. പക്ഷെ ഇവൾക്ക് മാത്രം സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഒരു ദൈവത്തിന്റെ പൈതലാണോന്ന്, ഇവൻ ഒരു ദൈവത്തിന്റെ പൈതലാകുന്നുവോ എന്ന് ശ്രദ്ധയോടുകൂടി ഈ ലോകത്തിന്റെ വർത്തമാനം കേട്ട് അവൻ പേപ്പർ വായിക്കുകയും ഓരോ ന്യൂസ് കേൾക്കുകയും ചെയ്യുമ്പോൾ അവന്റെ മുഖത്ത് നോക്കിയാൽ മതി. അവൻ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഉള്ളിൽ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനതല്ല? ഇത്രയും അനീതി അനുഭവിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ ഈ ലോകത്ത് നിലവിളിക്കുമ്പോ എനിക്കെന്തിന്? താന്റെ വചനം പറയുന്നത് ഹൃദയം കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നത് അസാധ്യമെന്ന് വിധി എഴുതി ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട്. എന്തിന് ജനിച്ചുപോയി അതുകൊണ്ട് ജീവിക്കുന്നു. ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടാൻ, എന്ത് നന്മ കിട്ടാൻ? ഇതിങ്ങനെ ഹൃദയം കലങ്ങി ജീവിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നോട്ട് ചെയ്തിട്ടുണ്ട്. ദൈവം നോട്ട് ചെയ്തിട്ടുണ്ട്. സഹിക്കാൻ സാധിക്കാത്ത, അതായത് ഈ ലോകത്തിന്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് യേശു ലോകത്തെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഈ ലോകം യേശുവിനെ പകച്ചു. ഇതുപോലെ തന്നെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്ന ഓരോ അനുഭവങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് അയ്യോ അതിന്മേൽ ഇത്രയും വഷളായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് ഞാൻ സന്തോഷമായിട്ടും ഞാൻ പരമാനന്ദത്തിലും കഴിച്ചു കൂട്ടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ദുഷ്ടനാണ്. താമസം അതിന്റെ വചനം പറയുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. ഇതൊന്ന് കഴിക്കണം. ഈ കാലഘട്ടം ഒന്ന് തികയ്ക്കണം. ഈ പോരാട്ടം ഒന്ന് കഴിക്കണം. നാളെ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോ ധനവാനോട് അബ്രഹാം പിതാവ് പറഞ്ഞതുപോലെ, മകനെ നീ ജീവിതകാലത്ത് നന്മയും അവണ്ണം തന്നെ ലാസർ തിന്മയും അനുഭവിച്ചു എന്ന് ഓർക്കാം. കാരണം ലാസറിനെയും പോലെയുള്ള അനവധി പേർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവൻ ഇത്രയേറെ സമ്പന്നതയിൽ പട്ടും പണ്ടും എല്ലാം ധരിച്ച് മഹാസമ്പന്നനായിട്ട് പരമാനന്ദത്തിൽ കഴിക്കാൻ അവന് കഴിഞ്ഞു. ഇത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാർക്ക് കൽപ്പിക്കുന്നു. എന്തു പ്രയോജനം? സ്വതോ ഗോമോറയിലുള്ളവര് ദുഷ്ടത ചെയ്തവരും ദുഷ്ടത അനുഭവിച്ചവരും എല്ലാം
അവരങ്ങനെ ജീവിച്ച അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് മുഴുവനും ചെന്ന് കൊള്ളുന്നത് ലോത്തിന്റെ നെഞ്ചല, ലോത്തിന്റെ നെഞ്ചില. ഇന്ന് നാം ഈ ആരാധനയ്ക്ക് കൂടി വന്നിരിക്കുകയാണല്ലോ. നാം കർത്താവിന്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുകയല്ലേ. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന അധർമ്മത്തിന്റെയും അനീതിയുടെയും വഞ്ചനയുടെയും കഷ്ടത്തിന്റെയും നഷ്ടത്തിന്റെയും മുഴുവനും വേദന വഹിക്കുന്നത് സാക്ഷാൽ ദൈവസഭയാണ്. സാക്ഷാൽ ദൈവസഭ. അതുകൊണ്ടാണ് പലരും പറഞ്ഞത്, ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുമായിരിക്കും. നാളെ ന്യായവിധി ദിവസത്തിൽ വരും. കർത്താവിന്റെ അടുക്കൽ ന്യായം വിധിക്കാൻ വരും. ന്യായം വിധിക്കാൻ വരുമ്പോ ഇത്രയേറെ ഈ വഷളായ ഈ ലോകത്തിൽ നീ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിക്കുന്ന ഉത്തരം ഒന്നേ ഉള്ളൂ. കർത്താവെ, നീ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഞാനും എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ഘോഷിച്ചതും അങ്ങനെ അതൊന്നുമല്ല. പിന്നെയോ, ഈ ലോകത്തിൽ പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞവൻ, കണ്ണുനീർ വാർത്തവൻ, മാനവരാശിയുടെ പാപവും നാശവും കണ്ട് മനസ്സറിഞ്ഞവൻ, അവന്റെ ഹൃദയത്തിൽ ഈ സകലതും ഈ സകല അധർമ്മവും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനവും അതിന്റെ കയ്പും ഇത് മുഴുവനും ആ ഒറ്റ മനുഷ്യന് കൊടുക്കും. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്രിസ്തുവിന്റെ ശരീരത്തിൽ തികയാത്ത കഷ്ടത സഭ അനുഭവിക്കുന്നു. കൊലോസ്യലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എത്ര പേരുണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ തികയാത്ത കഷ്ടത അനുഭവിക്കുന്ന? എത്ര പേരുണ്ട്? അത്യല്പം. ആ അത്യല്പത്തിൽ പെടാനാണ് കർത്താവ് തന്റെ ജനത്തെ നടത്തുന്നത് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന പോലെ ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ ലോകം യോഗ്യമായവരാണ് ലൗകിക പുരുഷന്മാർ. അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ജനത്തെ ഇത് ബാധിക്കുന്നു. ദൈവത്തിന്റെ ജനത്തെ ഈ കാര്യം ബാധിക്കുന്നു. അതുകൊണ്ട് അവർക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് തിരിയാൻ സാധിക്കുന്നില്ല. ഇന്ന് ഈ ആരാധനയിലും സന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ ഹൃദയത്തെ നോക്കുന്ന ദൈവം നമ്മെ നോക്കുമ്പോൾ എന്താണ് സഹോദരങ്ങളെ നോക്കുന്നത്? എന്താണ് നോക്കുന്നത്? എല്ലാവരും അവൻ നല്ലതുപോലെ അവരെങ്ങനെ ജീവിക്കുന്നു? നെതർലാൻഡ്സില് ആളുകൾ ഒരു കേസുമില്ല, പ്രശ്നവുമില്ല, ഒന്നുമില്ല, സന്തോഷമായിട്ട് എത്രയോ എന്ത് സന്തോഷം വേണമെങ്കിലും, എന്ത് സന്തോഷിക്കാൻ എന്ത് വേണമെങ്കിലും അവർ അനുഭവിച്ച് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നു. അത് കണ്ടുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം ചിന്തിക്കുന്നുണ്ടോ? എത്രയോ ജീവിതങ്ങളിൽ, എത്രയോ ഇടങ്ങളിൽ നിരപരാധികളായിരിക്കുന്ന ജീവിതങ്ങൾ, നേരോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾ, തങ്ങളുടെ നിഷ്കളങ്കതയ്ക്ക് യാതൊരു വിലയുമില്ലാതെ മൃഗങ്ങളെക്കാൾ ഹീനമായിട്ട് നശിച്ച് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ട് കാണുന്നില്ല? സംശയം വേണ്ട, സഭയാണെങ്കിൽ അത് കാണും. സഭയിലേക്ക് കർത്താവ് നിശ്ചയിച്ചതാണെങ്കിൽ അത് കാണും. അവന് ദൈവം കണ്ടിപ്പോകും. സ്വർഗത്തിൽ നിന്ന് സ്വന്തം ഗോമോറെ നശിപ്പിക്കാനായിട്ട് ദൂതന്മാരെ അയച്ചപ്പോ ദൂതന്മാർ വന്ന് നോക്കിയത് വേറെ ആരെയല്ല, ഇതയോ നീതിയുള്ള മനസ്സിൽ നൊന്ത് സ്വന്തം ഗോമോറയിലുള്ള അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരെ ദുഷ്കാല പ്രവൃത്തികളാൽ വലഞ്ഞ് വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഹൃദയങ്ങളുണ്ടോ എന്നാ നോക്കിയപ്പോ ഒരാളുണ്ടായി, ഒറ്റയാളുണ്ടായി. ലോകത്ത് മാത്രം. മരുമക്കൾ പോലും ഇല്ല, സ്വന്തം മക്കൾ പോലും ഉള്ളതായിട്ട് നമ്മൾ പഠിക്കുന്നില്ല, സ്വന്തം ഭാര്യ ഉള്ളതായിട്ട് പഠിക്കുന്നില്ല. പിന്നെ അവരെ വിടുവിക്കും ദൈവം, അവരെ വിടുവിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിത്തിരിഞ്ഞ കർത്താവിന്റെ മക്കളുടെ ജീവിതം എന്നും ദൈവത്തിനുണ്ടാകാൻ സാക്ഷ്യം ഇതൊന്ന് മാത്രമാണ്. ആ സാക്ഷ്യമാണ് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ, കർത്താവെ, നീ ഈ ലോകത്തിൽ ഏത് മാനസികാവസ്ഥയിലായിരുന്നുവോ അതേ മാനസികാവസ്ഥയിൽ ഞാനുമായിരിക്കട്ടെ. ഈ ലോകത്തോട് ചേരുവാൻ, ഈ ലോകത്തോട് ചേർന്ന് ഈ ലോകത്തിന്റെ ഭാഗമായി തീരാൻ എന്നെ കൈവിട്ട് കളയരുത്. കാരണം ഇത് അന്ത്യകാലമാണ്.
ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം സകല അനീതി വിട്ട് അകന്നു കൊള്ളട്ടെ. ഹൃദയപൂർവം ദൈവത്തിന് മുമ്പാകെ വിശുദ്ധന്മാരായി, പാപത്തെ വിട്ട് ഒഴിയുന്നവരായി, അനീതിയിൽ വേദനപ്പെടുന്നവരായി ദൈവം ദൈവം കണക്ക് കൂട്ടി ആപത്ത് സമയത്ത് വിടുവിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന പാത്രങ്ങളായി നമ്മെ ദൈവം കാണട്ടെ, നമ്മെ ദൈവം പണിയട്ടെ. ഇന്നത്തെ ഈ ആരാധനയിലും കർത്താവ് നമുക്ക് വേണ്ടി വലിയ ചെയ്യണം. സമയത്തിന് ആ ദൈവത്തിന്റെ ദയ, കരുണ നമ്മോടൊപ്പം വരുന്നു, നമ്മെ വിടുവിക്കുവാൻ പ്രസാദിക്കണം. ഓർക്കേണ്ടത് ഇന്ന് ആ കർത്താവിന്റെ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുമ്പോൾ, കർത്താവെ, ഞാൻ ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കാൻ ഇടയായിട്ടുണ്ട്. ലോകത്ത് നിന്ന് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കളഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് യേശു പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ വാക്കിനാലും പ്രവൃത്തിയാലും എന്റെ ഹൃദയ നിരൂപണങ്ങളാലും അത് തന്നെ പറയാൻ യേശു ലോകത്തിലായിരുന്നത് പോലെ തന്നെ ഞാനും ആയിരുന്ന ദൈവത്തിന്റെ കരത്താൽ ലോകത്തിൽ നിന്ന് വേർപെട്ട ജനമായി എണ്ണപ്പെടുവാൻ ഇടവരേണ്ടതിന് വേണ്ടി ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൽ സന്നാഹിക്കാം. ദൈവത്തെ അനുഗ്രഹിക്കുവാനാണ്. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, യേശു എന്നടിസ്ഥാനം